Welcome to CSC Kuruvattur. Tech Tips Today. Smart solutions for a digital future. ഒരു പ്രധാനപ്പെട്ട അറിയിപ്പുണ്ട്. നിങ്ങളുടെ ഭാവിയെക്കുറിച്ചാണ്. നമുക്ക് വേഗം കാര്യത്തിലേക്ക് കടക്കാം. ഇന്ത്യൻ ആർംഡ് ഫോഴ്സസിന്റെ അടുത്ത ലീഡറാകാൻ നിങ്ങൾക്കൊരു സുവർണാവസരം. ആകെ 394 ഒഴിവുകളാണ് വന്നിരിക്കുന്നത്, രാജ്യസേവനത്തിനായി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടി. +2 കഴിഞ്ഞവർക്ക് ഇന്ത്യൻ സേനയിലെ ഓഫീസറാകാൻ ഇതിലും നല്ലൊരവസരം വേറെയില്ല. ഈ അവസരം നാഷണൽ ഡിഫൻസ് അക്കാദമിയിലും നേവൽ അക്കാദമിയിലുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോ ഈ അവസരം മുതലെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിങ്ങൾ അവിവാഹിതരായിരിക്കണം. പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന പ്രായപരിധിക്കുള്ളിൽ ജനിച്ചവരുമായിരിക്കണം. വിദ്യാഭ്യാസ യോഗ്യത എങ്ങനെയാണ്? ആർമി വിങ്ങിലേക്ക് +2 യോഗ്യത മതിയാകും. എന്നാൽ എയർഫോഴ്സിലേക്കും നേവിയിലേക്കും +2-ല് ഫിസിക്സും കെമിസ്ട്രിയും മാത്സും നിർബന്ധമാണ്. ഇപ്പോ 12ാം ക്ലാസ്സിൽ പഠിക്കുന്നവർക്കും ധൈര്യമായി അപേക്ഷിക്കാം. യോഗ്യതയുണ്ടെങ്കിൽ സെലക്ഷൻ പ്രോസസ് 2 ഘട്ടങ്ങളായിട്ടാണ് നടക്കുന്നത്. ആദ്യം ഒരു എഴുത്തു പരീക്ഷ, അത് കഴിഞ്ഞാൽ സർവീസസ് സെലക്ഷൻ ബോർഡിന്റെ ഇന്റർവ്യൂ. പരീക്ഷയുടെ ഘടന നോക്കൂ. മാത്സിനും ജനറൽ എബിലിറ്റിക്കും കൂടി ആകെ 900 മാർക്ക്. ഇതൊന്ന് ശ്രദ്ധിക്കണം, ചോദ്യങ്ങൾ ഒബ്ജക്റ്റീവ് ടൈപ്പാണ്, തെറ്റുത്തരങ്ങൾക്ക് നെഗറ്റീവ് മാർക്കുമുണ്ട്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തീയതികൾ. സമയം വളരെ കുറവാണ്. ഈ തീയതികൾ ഓർമ്മ വെക്കുക. അപേക്ഷിക്കാൻ അധികം സമയമില്ല, വേഗം തന്നെ ചെയ്യണം. അപ്പോൾ എങ്ങനെ അപേക്ഷിക്കണമെന്നല്ലേ? വളരെ എളുപ്പമാണ്, ഞാൻ പറഞ്ഞുതരാം. ഔദ്യോഗിക വെബ്സൈറ്റിൽ കയറി ഈ സ്റ്റെപ്പുകൾ ഫോളോ ചെയ്താൽ മാത്രം മതി. അപേക്ഷാ ഫീസ് വെറും 100 രൂപയാണ്. ചില വിഭാഗങ്ങൾക്ക് ഫീസ് അടയ്ക്കേണ്ടതുമില്ല. കേരളത്തിൽ പരീക്ഷ എഴുതുന്നവർക്ക് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ സെന്ററുകളുണ്ട്. ഇതൊരു സാധാരണ പരീക്ഷയല്ല, രാജ്യസേവനത്തിനുള്ള ഒരു വലിയ അവസരമാണ്. അവസരം നിങ്ങളുടെ മുൻപിലുണ്ട്. ഈ വിളി സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാണോ?